LLB എൻട്രൻസ് എഴുതിയതിൽ റാങ്കോടുകൂടി ലാക്കോടുകൂടി കയറാൻ പറ്റി. ട്രാൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു പെണ്ണായി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞങ്ങൾ അമ്മയെ ഇതാക്കി ഞങ്ങൾക്ക് അത് തന്നെയാണ്. 12ഓളം വർഷമായി ഇപ്പൊ പൊങ്കാലയിടാൻ തുടങ്ങി. സ്ത്രീയും പുരുഷനെ പോലെ ഞങ്ങളും ഒരു മനുഷ്യരാണ്. പേര് സുബു, വീട് ചിറയൻകീഴിൽ വരുന്നു. നമ്മൾ കുറേ നാളുകൊണ്ട് കുറേ വർഷം കൊണ്ട് ഞങ്ങൾ പൊങ്കാല ഇടുന്നതാണ്. എനിക്ക് പൊങ്കാല അർപ്പിക്കുമ്പോഴുള്ള മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കൂടി കിട്ടുന്നുണ്ട്. കൂടാതെ ഞാനിപ്പോൾ ഈ പൊങ്കാല ഇടാനായിട്ട് ഈ വർഷം പൊങ്കാല ഇടാനായിട്ട് ആറ്റുകൊല്ലമ്മ അനുഗ്രഹിച്ച് LLB എൻട്രൻസ് എഴുതിയതിൽ റാങ്കോടുകൂടി ലാക്കോടുകൂടി കയറാൻ പറ്റി. ഫസ്റ്റ് റാങ്കായിരുന്നു. ഫസ്റ്റ് റാങ്കോടുകൂടി തന്നെയാണ് കോളേജിൽ കയറാൻ പറ്റിയത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 10ാമത് ലാക്കോളേജിലാണ് കിട്ടിയത്. ഈ പ്രാവശ്യം ഒന്നും കൂടി എഴുതി ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് കിട്ടിയതിൽ വളരെ സന്തോഷം. കൂടാതെ എല്ലാ വർഷവും നമ്മൾ ഏത് ജില്ലയിലെ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തി ആ പൊങ്കാലയിൽ പങ്കാളിയായി അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തി പൊങ്കാല ഇടുവാനും അതിൽ പൊങ്കാല തിളച്ചു വരുന്നതിൻ്റെ ആ അരിയിട്ട് തിളച്ചു വരുന്നതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് നമ്മൾ അർപ്പിക്കുന്ന വർഷത്തിൽ അർപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല. തൊഴാൻ പോയില്ല, അല്ലാതെ പോകും. നമ്മൾ ആറ്റുകാൽ അമ്മയുടെ മുമ്പിൽ പരിപാടി ഉണ്ടെന്ന് അല്ലാതെ കുത്തിയോട്ടത്തിന് ഞങ്ങളെ പരിപാടി കഴിഞ്ഞ ദിവസമുണ്ട്. വിളക്കേട്ടിന് ഞങ്ങളെ പരിപാടി ഉണ്ടായിരുന്നു. ഇനി തൊഴുവാനും പോകുന്നുണ്ട്. ഇന്ന് അവിടെ കുത്തിയോട്ടത്തിന് ഞങ്ങളെ പരിപാടി ഉണ്ട്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ ഒരു ഉത്സവമാണ് ഈ ആറ്റുകാൽ പൊങ്കാല. എല്ലാ ആൾക്കാരുടെ സമൃദ്ധിയും സ്നേഹവും എല്ലാം നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു സമൃദ്ധിയുടെ അടയാളം കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല. കാരണം മാത്രമല്ല എല്ലാവരും സഹോദരങ്ങളെ പോലെയും ഐക്യത്തോടും കൂടി ഈ പൊങ്കാല പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീ ജനങ്ങൾ ഇവിടെ പങ്കെടുക്കും. ഞങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ ആൾക്കാരും ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ ഒരു ഭാഗ്യമായിട്ട് കണക്ക് കൂട്ടുന്നു. മാത്രമല്ല ഈ നാടിന്റെ ഐശ്വര്യത്തിന് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. ആറ്റുകാലിന്റെ അനുഗ്രഹം എല്ലാ മനുഷ്യർക്കും ഇതിൽ പങ്കെടുക്കുന്നവരും വന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. പേര് കീർത്തി കിഷോർ എന്നാണ്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ 10 വർഷമായി. അത് ഒരുപാട് ഇതാണ്. അത് ഞങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഞങ്ങളുടെ ട്രാൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊരു പെണ്ണായി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞങ്ങൾ അമ്മയെ ഇതാക്കി ഞങ്ങൾക്ക് അത് തന്നെയാണ്. 12ഓളം വർഷമായി ഇപ്പൊ പൊങ്കാല ഇടാൻ തുടങ്ങി. ഞങ്ങൾ അതെ കാരണം ഞങ്ങൾ പിന്നെ മറ്റുള്ള സ്ത്രീയും പുരുഷനെ പോലെ ഞങ്ങളും ഒരു മനുഷ്യരാണ്. ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. കാര്യം ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് എന്തും ചെയ്യാനും കഴിവുള്ളവരാണ് എന്ന് അറിയിക്കാനാണ് ഞങ്ങൾ ഈ ഒരു അയ്യോ നല്ല സഹകരണമാണ്. ഞങ്ങളെ കൂടെ ഞങ്ങൾ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾ തന്നെയാണ് അവർക്ക് സ്റ്റാഫുകൾക്കും കൂടെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് ഇത്രയും പേര് നമ്മളൊരു 15-20 പേരുണ്ട്. അപ്പുറ സൈഡിൽ ഞങ്ങളുടെ ആൾക്കാരാണ് ഇരിക്കുന്നവർ. ഇവിടെ ഇരിക്കുന്നതും ഞങ്ങളുടെ ആൾക്കാരാണ്. അവർ ഒരാഴ്ചക്ക് മുമ്പേ ഞങ്ങളടുത്ത് പറഞ്ഞു വെച്ചിരുന്നു, ഞങ്ങൾക്കൂടെ സ്ഥലം പിടിച്ചിടണം, നിങ്ങളെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഇന്ന് പൊങ്കാല ഇടണം എന്ന് പറഞ്ഞ് 2 ദിവസത്തിൽ തന്നെ ഞങ്ങളിവിടെ വന്ന് വരിയായിട്ട് കല്ല് പറക്കി വെച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് അത് അവർക്കും കൂടെ ഒന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു അനുഭവം കൊടുക്കണേ കേട്ടോ. അത് മാറി അതിപ്പോ എന്ന് പറയുന്നത് എവിടെ ചെന്ന് കയറിയാലും നമ്മളുടെ നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിക്കുകയും മറ്റുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഒഴിവാക്കി ഇപ്പൊ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിലൊട്ടാകെ ഇപ്പൊ എല്ലാവരും അംഗീകരിച്ചു തുടങ്ങിയ സംഗതിയിൽ കേരളത്തിലും ഇപ്പൊ എല്ലാ ആൾക്കാരും അംഗീകരിച്ച് ഇരിക്കുകയാണ്.